അതിനിടയിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ച സ്ലീഹന്മാർ അവർ കൂടി വന്ന യെരുശലേം സുന്നതദോസിലെ തീരുമാനം, അതിനിടയിൽ മറ്റ് ആരെയും മലങ്കര സഭയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ വരുന്നവരെയെല്ലാം ബഹുമാനിക്കും. പിൽക്കാല ചരിത്രത്തിൽ അധിനിവേശത്തിന്റെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഇതിനോട് ചേർത്ത് നിർമ്മിത ചരിത്രം ഉണ്ടാക്കിക്കൊണ്ട് ഓരോരുത്തർ എഴുതി വെച്ചു. ഇദ്ദേഹത്തെ വിട്ടത് ആ പാത്രിയർക്കീസാണ്, അദ്ദേഹത്തെ വിട്ടത് ഈ പാത്രിയർക്കീസാണ്. മാർത്തോമാ ശ്ലീഹായെ പോലും ഭാരതത്തിലേക്ക് അയച്ചത് പാത്രിക്കീസാണ് എന്ന് പറയുവാനുള്ള ഒരു വ്യാജ ശ്രമമുണ്ട്. അത് ഏറെ നാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചരിത്രം കൃത്യമായി പഠിക്കുന്നവർക്ക് ലഭ്യമാകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് ഈ പിതാവിനെ മലങ്കരയിലേക്ക് ആ പിതാവ് വരുന്ന കാലത്ത് അയക്കാൻ വ്യക്തമായ ഒരു പാത്രിയർക്കീസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പറയുന്ന ഒരു വാക്കാണ് അന്ത്യോക്യ പാത്രിയർക്കീസ്. അന്ന് മർദീനിൽ പാത്രിയർക്കീസ് ഉണ്ട്, തുറബ്ദീനിൽ പാത്രിയർക്കീസ് ഉണ്ട്, മർദീനിൽ കാതോലിക്കേറ്റുണ്ട്, തുറബ്ദീനിൽ കാതോലിക്കേറ്റുണ്ട്. 1748 ഈ പിതാവ് എൽദോ ബസേലിയോ സഖ്രള എന്ന പേരിൽ അവരോധിതനാകുന്നത് മനസ്സിലാക്കുന്നു. എന്നാൽ 51 അദ്ദേഹം മലങ്കരയിൽ വന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു പോകുന്നില്ല. തിരിച്ചു പോകാൻ കപ്പലില്ലാഞ്ഞിട്ടല്ല, തിരിച്ചവിടെ ചെന്നാൽ അവിടെ അതിശക്തമായ പീഡനങ്ങളുടെ കാലമാണ്. ഞാൻ ആരെയും വികഴ്ത്തുവാനല്ല പറയുന്നത്, ചരിത്രമാണ് പറയുന്നത്. മലങ്കരയിലേക്ക് വന്നിട്ടുള്ള പിതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഒരു ഭാഗത്ത് മലങ്കരയുടെ ആവശ്യമുണ്ടായിരുന്നു, മറുഭാഗത്ത് മലങ്കരയിൽ ഒരു സഭയുള്ളത് കൊണ്ട് ഇവിടെ വന്നാൽ ദൈവത്തെ വിളിച്ച് ശിഷ്ടായസ് ജീവിക്കാമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. 17, 18 നൂറ്റാണ്ടുകളിൽ 18-19 നൂറ്റാണ്ടുകളിൽ 1653 മുതൽ ഏതാണ്ട് 1900 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലങ്കര സഭയുടെ ചരിത്രം അതാണ്.